സഹായമില്ലെങ്കിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ 14,000 കുഞ്ഞുങ്ങൾ മരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക കാര്യാലയത്തിന്റെ വക്താവ് ടോം ഫ്ലെച്ചർ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത്. കുട്ടികൾക്കുള്ള പോഷകാഹാര സാധനങ്ങൾ അടങ്ങിയ ലോറികൾ എത്തുന്നത് ഗാസയിലാണെങ്കിലും അതിർത്തി പ്രദേശമായതിനാൽ സാധാരണക്കാരിലേക്ക് സഹായങ്ങൾ എത്തുന്നില്ലെന്നും ടോം ഫ്ലെച്ചർ പറഞ്ഞു. അതേസമയം UN-ന്റെ അഭ്യർത്ഥന പ്രകാരം ഗാസയിലേക്ക് പ്രവേശിക്കുവാൻ 100 ട്രക്കുകൾക്ക് ഇസ്രായേൽ അനുമതി കൊടുത്തു. കഴിഞ്ഞ ദിവസം ഗാസയിലെ മാനുഷിക സാഹചര്യം ഇസ്രായേൽ കൈകാര്യം ചെയ്യുന്നതിനെ അപലപിച്ചുകൊണ്ട് UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, കനേഡിയൻ പ്രസിഡന്റ് മാർക്ക് കാർണി എന്നീ നേതാക്കളാണ് അപലപിച്ചത്. അതേസമയം 6 ആഴ്ചത്തെ വെടിനിർത്തൽ സമയത്ത് സാധനങ്ങൾ ഗാസ മുനമ്പിലേക്ക് പ്രവേശിച്ചുവെന്നും എന്നാൽ ഹമാസ് ഭീകരവാദികൾ സഹായത്തിന്റെ ഭൂരിഭാഗവും മോഷ്ടിച്ചെന്നും ഇസ്രായേൽ വ്യക്തമാക്കി.